ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അങ്ങനെ ഫൈനലി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രം കറുപ്പിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് തമിഴ്നാട്ടിൽ ഇലക്ഷന്റെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ആ സമയങ്ങളിൽ ട്രെയിലർ റിലീസ് ചെയ്താൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ദളപതിയുടെ കഴിഞ്ഞു, ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ദളപതി വിജയ്, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. അപ്പോൾ നമ്മൾ സൂര്യയുടെ ആ ഒരു കറുപ്പിന്റെ ട്രെയിലർ ഒന്ന് കാണാം. വാ. കോടതി ഡ്രീം ബാരിയർ പിക്ചേഴ്സ്. இவங்கள பாதி பேர் RJ லாயர், பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். த்ரிஷா, இப்படியே எத்தனை நாள் இருக்க போற? ஒரு நாள் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் மாற்ற முடியாது. from the team of LKG முக்குத்தி அண்ணா. ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். ഈ പെണ്ണ് മരിക്കും കേട്ടാ. பினு സ്വാസിക. ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? போலீஸ் தரப்புல இருந்து யாரும் வரலங்கயா. ഇതില് ഈ സീൻ പ്രഡിക്റ്റബിൾ ആണ്. ഇന്ദ്രൻസിന്റെ മകളുമായിട്ട് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യമായിട്ട് കോടതിയിലേക്ക് വരുന്നു. ഇവർ ഈ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നു. ഇനി ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ കുട്ടി മരിക്കാം. ഇത് ഒരു പ്രഡിക്റ്റബിൾ സീനാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഓ, അങ്ങനെയാണ് സൂര്യ വരുന്നത്. கங்குவா ஃபீல் இல்லை. ஆமா, நீங்க யாரு? உங்களை இந்த கோட்ல நான் பார்த்ததே இல்லையே. சூர்யா, அது வரலாம். வெல்கம். ஓ, கொஞ்ச நாள் இல்ல, பயம் விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். சாயா பேங்கர் மியூசிக். நேரத்துல மனுஷனுக்கு மனுஷன் ஹெல்ப் பண்ணி தானே கடவுள் நம்மளை படுத்திருக்கிறாரு. என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாது. வந்துட்டேன்டா. ஈஸி வரலாம். அடி அடிக்க போறேன். வந்திருக்கிறது வெள்ளக்கார சாமி, அது கூட பாவம் கேட்கலாம். എനിക്ക് ഫൈറ്റ് ഇവര് നേരത്തെ RJ ബാലാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫെസ്റ്റിവൽ പടം പോലെ തന്നെയാണ് റീസൺ. ഈ ഫൈറ്റ് മിക്കവാറും ഒരു ലോഡ് കത്തികൾ ഈ ഫൈറ്റിലുണ്ടാവും. ബട്ട് ഈ സിനിമയിൽ വരുന്നത് ഈ കറുപ്പെന്ന സാമി കയറി, അങ്ങനെ ഒരു കാന്താര ടൈപ്പ് എന്നൊക്കെ മുമ്പ് ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സാമി കയറി നല്ലതിന് വേണ്ടി ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ ഇതാണ്. അപ്പോൾ ആ സാമി എന്നൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോൾ, അങ്ങനെ ഒരു സാധനങ്ങൾ വരുമ്പോൾ, കയറുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറും. കാരണം സാമിക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു ലോജിക്ക് ബേസ് നമുക്ക് എടുക്കാം, വേണമെങ്കിൽ എടുക്കാതെ ഇരിക്കാം. അത് സിനിമ ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും. കാരണം കാണുമ്പോൾ നമുക്കത് അത്യാവശ്യമെങ്കിലും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടിരിക്കണം. അത് തന്നെയാണ്, നല്ല ശക്തിയൊക്കെ ആയിട്ട്. என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியுமா? தம்பி பிகே, സായുടെ മ്യൂസിക് കൊള്ളാം. கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நிறுத்திடுவியோ? சம்பவம் லோடி. தெரிச்சிட்டீங்க. எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக. അൻപാന ഫാൻസുകാര്. അതായത് refused by RJ ബാലാജി. ഒരു മിക്സ്ഡ് ആണ് എനിക്ക് തോന്നുന്നത്. അതായത് മോശവും അല്ല സൂപ്പറും അല്ല, ഒരു നടുക്കൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് ട്രെയിലർ വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ലാസ്റ്റ് ആ ഫൈറ്റും ലാസ്റ്റത്തെ കട്ട്സ് ഒക്കെ സൂപ്പർ സാധനമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ സൂര്യയുടെ മാസ് സീൻസ് കാണിക്കുന്നതും സൂര്യ വരുന്നതും സൂര്യയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ. ബട്ട് എന്നിരുന്നാലും ആ തുടക്കത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊരു ഉറക്കം പോലെ പോയിട്ടുണ്ട്. ആ ഒരു ഇന്ദ്രൻസും ഒരു മകളുമായിട്ട് കോടതിയിലേക്ക് വരുന്ന സീനൊക്കെ അതൊരു അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ട്രെയിലർ
സൂപ്പറും അല്ല മോശവും അല്ല, ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിൽ സൂര്യയെ കുറിച്ച് നല്ല രീതിക്ക് മാസ്സായിട്ട് അപ്പീലായിട്ട് RJ ബാലാജി പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഓണസ്റ്റ്ലി. കാണുമ്പോൾ സൂര്യയെ കാണുമ്പോൾ ആ ഒരു മാസ് ഫീൽ തോന്നുന്നുണ്ട് ഈ സിനിമയിൽ. കാരണം ഒരു നന്നായിട്ട് അത് വരുന്നുണ്ട്, ആ മീശയൊക്കെ വയ്ക്കുന്നതായാലും ആ മാസ് കാണിക്കുന്നതായാലും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഒരു ഗോഡ് കറുപ്പ് സ്വാമിയുടെ ഒരു കോണ്ടക്സ്റ്റ് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫൈറ്റിങ് കാര്യങ്ങളും അല്ലെങ്കിൽ മാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലതൊക്കെ ലോജിക്കില്ലായ്മ വരാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം ആ ഫൈറ്റിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സീൻസ് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് മിക്കവാറും ഇത് ഒരുപാടായിട്ട് വർക്കൗട്ട് ആവാൻ പോകുന്നത് തമിഴ്നാട്ടിലായിരിക്കും. കാരണം ആ ഒരു ഓഡിയൻസിനെ പുൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ഉള്ള ഒരു ടോപ്പിക് എങ്ങനെയാണെന്ന് സിനിമ വന്നിട്ടേ മനസ്സിലാവും. കാരണം ഓഡിയൻസ് ചിലപ്പോൾ പടത്തിൽ ഇനി വേറെ വല്ല കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷെ കറുപ്പെന്ന് തന്നെയാണ് പടത്തിന്റെ പേര്. ആ ഒരു ഇപ്പോൾ ടീസറായാലും പോട്ടായാലും ട്രെയിലറും കാര്യങ്ങളായാലും എല്ലാത്തിലും കറുപ്പ് ബേസ് ചെയ്തിട്ടുള്ള, ആ സാമി ബേസ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. മൊത്തത്തിൽ ഇതെനിക്ക് സൂപ്പറായിട്ടും തോന്നിയില്ല, മോശമായിട്ടും തോന്നിയില്ല, ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് തോന്നിയത്. ബിറ്റ്വീൻ പടം വരട്ടെ, ഇനി പടം ചിലപ്പോൾ നന്നായാലും എന്തായാലും നന്നാവണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഓണസ്റ്റായിട്ട് എൻ്റെ ആഗ്രഹം. കാരണം കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി. അപ്പോൾ ഒരു നല്ലൊരു കംബാക്ക് വേണം, ഇനി നല്ലൊരു സ്ഥാനങ്ങൾ ഉറപ്പിക്കണം, അത് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് സൂര്യനെ RJ ബാലാജി. അത് കൊള്ളാം. സൂര്യ വരുന്നതും ചിരിക്കുന്നതും കണ്ണാടി വയ്ക്കുന്നതും എല്ലാം. പിന്നെ ഫാൻസിനെ പൾസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അൻപാന ഫാൻസിന് വേണ്ടി എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഫാൻസ് തമിഴ്നാട്ടിലൊരു ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ RJ ബാലാജി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ മേക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ആയാൽ സിനിമ വിജയിക്കും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അത് ഇനിയിപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ആൻഡ് സായയുടെ മ്യൂസിക് നന്നായിട്ടുണ്ട്, മേക്കിംഗ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒരു റിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഒരു കറുപ്പ് സ്വാമിയുടെ ഒരു ഇത് വരുന്നതുകൊണ്ട് എല്ലാവരും ഇല്ലോജിക്കൽ പോലെയാണ്, പൊട്ടിത്തെറിയും ചവിട്ടുമ്പോൾ തന്നെ ഭൂമിയിൽ നിന്ന് താഴ്ന്നു പോകണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ എനിക്ക് ഈ കളർ ഗ്രേഡിങ് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ സിനിമയ്ക്ക്. എന്തിനാണ് അത്രയ്ക്കും ഒരുമാതിരി ഗ്രേ പോലെ ഒരു ഡാർക്കിഷ് ബ്ലൂ പോലെയും കളർ ഗ്രേഡിങ് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിറ്റ്വീൻ തൃഷയും പടത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഓവറാക്കാൻ സാധ്യതകൾ കൂടുതലാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് ഒരു വക്കീലായിട്ട് വരുന്നുള്ളൂ, കണ്ടിട്ട് ട്രെയിലറിൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, ഓവറാക്കാനാണ് സാധ്യത കൂടുതലെന്ന്. ആൻഡ് GK വിഷ്ണുവിടെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്യാമറയും കാര്യങ്ങളൊക്കെ, DOPയും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. ആ പുള്ളി കാരണം മെർസല് ബിഗില് എല്ലാം പുള്ളിയാണ് എടുത്തിട്ടുള്ളത്. രാജാറാണിയല്ല, അഡ്ലിയുടെ ഇപ്പോൾ വരുന്ന ഈ റാക്ക, അല്ലു അർജുൻ, ആ സിനിമയും പുള്ളി തന്നെയാണ്. പുള്ളിക്ക് ആ ഒരു നല്ലൊരു വിഷൻ ഉണ്ട്, എങ്ങനെ കാണിക്കണം, ആ ഒരു റെഡിഷ് കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തു. മൊത്തത്തിൽ ട്രെയിലർ ഒരു ആവറേജ് അനുഭവമാണ് തന്നിട്ടുള്ളത്. ബിറ്റ്വീൻ സിനിമ വരട്ടെ, സൂര്യ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കറുപ്പ് ഞാൻ പറഞ്ഞില്ലേ, ആ തമിഴ്നാട്ടിൽ മെജോറിറ്റിയും വർക്കൗട്ട് ആവാൻ സാധ്യത ഉണ്ടായിരിക്കാം. ഏതായാലും അവിടെ ഇപ്പോൾ ഇതുപോലുള്ള സിനിമകൾ സർക്കാസ്റ്റിക്കായിട്ടൊക്കെ തള്ളിക്കളയുന്നുമുണ്ട്. ബട്ട് ഇവിടെ എങ്ങനെ വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കറുപ്പ് വരട്ടെ, മെയ് 14 റിലീസ്. അപ്പോൾ അതിരടിയുമായിട്ട് എന്തോ ബുദ്ധിമുട്ടും, അതിരടി ഡീഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം.